പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. നമുക്ക് ഒരു കാര്യം വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാകുമ്പോഴാണ്. ഇപ്പോൾ പഠനം നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാലേ കാര്യമുള്ളൂ. വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പം അങ്ങനെ ഒരു ബോധ്യമുള്ള പിള്ളേർ നന്നായിട്ട് പഠിക്കും. പണ്ട് പഠിക്കുക മക്കളെ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരുന്ന മക്കൾക്ക് കൃത്യമായിട്ടൊരു ജോലിയൊന്നുമില്ലാതെ ഇപ്പോൾ നല്ലൊരു കല്യാണമൊന്നും കിട്ടാതെ മക്കൾ വിഷമിക്കുന്നുണ്ട്. കാരണം പറയത്തക്ക ജോലിയില്ല. അപ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അന്ന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല. നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ഇത് ഒരു കാഴ്ച കാണുന്നത് പോലെയാണ്. ഈശോയുടെ ബലിയർപ്പണം, അതിൻ്റെ അനുസ്മരണം നമ്മളിവിടെ കൊണ്ടാടുമ്പോൾ ദൈവപിതാവ് നമുക്ക് വേണ്ടി അയച്ചു തന്ന ഈശോ, ദൈവപിതാവിന് വേറൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. മറ്റൊരു വഴി ദൈവപിതാവ് കണ്ടില്ല. അതുകൊണ്ടാണ് ഈശോയെ അയച്ചത്. ഈശോയും വേറൊരു വഴി കണ്ടില്ല, കുരിശുമരണമല്ലാതെ. അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് നൽകാവുന്നത് അത് നൽകി, ഈശോയുടെ കുരിശുമരണം. ഇനി ഈശോയ്ക്ക് നമ്മളിന്ന് പരിശുദ്ധ അർപ്പണത്തിൽ കുർബാന സ്വീകരിക്കുന്നു. അപ്പം ഈശോയ്ക്ക് തരാനുള്ള ബെസ്റ്റ് ഈശോയുടെ ശരീരം തന്നെയാണ്. അപ്പം ഇത് നമുക്കിതൊക്കെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് നമ്മുടെ തെറ്റ് തന്നെയാണ്. നമുക്കതുകൊണ്ട് ഇതിൻ്റെ വില മനസ്സിലാക്കുക. കർത്താവ് ഞങ്ങൾക്ക് വില മനസ്സിലാക്കി തരണമേ. പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. മക്കളെ ശ്രദ്ധിക്കും, മക്കളെ പഠിക്കും, മക്കളെ പള്ളിപ്പോ, മക്കളെ പ്രാർത്ഥിക്കും, മക്കളെ എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹവും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നീട് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കർത്താവെ ഞങ്ങൾക്കിതിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. വില മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കുർബാന സമയത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധയോടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡായി നമുക്ക് കുറച്ചൊരു 5 മിനിറ്റൊക്കെ നമ്മളങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആലോചനകളൊക്കെ പലതായിരിക്കും. നമ്മളിത് വിലയുള്ളതായിട്ട് കരുതിയാൽ നമ്മൾ മുഴുവൻ സമയവും ശ്രദ്ധയോടുകൂടെയുള്ള ഒരു കുർബാനർപ്പണം നമ്മൾ ദൈവത്തിന് കൊടുക്കും. നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക്
നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയും മുറുകെ പിടിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ.
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തെന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടരുളി ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നിധി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നിധിയുടെ വില നമ്മൾ അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. നിധിയുടെ വില അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നല്ല വിലയുള്ളൊരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നിധി ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ചില നിധികളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് ചിലപ്പോൾ വിദ്യാഭ്യാസം എന്ന നിധി അത് എല്ലാവർക്കും കിട്ടും. അവനവൻ പഠിച്ചാൽ മതി, അവനവൻ പരിശ്രമിച്ചാൽ മതി. ചില ജോലികളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിന് ചിലപ്പോൾ അധികം വേക്കൻസി ഉണ്ടാകണമെന്നില്ല. പിന്നെ ഇന്ന് വായിക്കാൻ വേണ്ടിയിട്ട് 3-4 പേര് വന്നു. അപ്പോൾ അതിൽ ഒരാൾ മുന്നേ വായിച്ചിട്ടുള്ളതാണ്. ബാക്കി 3 പേരും അവർ ആദ്യമായിട്ട് വായിക്കാൻ വേണ്ടി വന്നതാണ്. അവരെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴും ഇവർ എല്ലാവരും തന്നെ തിരക്കിടില്ലാതെ വായിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ആദ്യം വന്നയാൾക്ക് ആണ് പിന്നെ പ്രിഫറൻസ് കൊടുത്തത്. ആദ്യം വന്ന് അവിടെ നോക്കിയിരുന്നയാൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളവർക്കല്ല ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് വായനയുടെ കാര്യത്തിൽ ഇന്ന് ഒരു വായനയല്ലേ ഉള്ളൂ, എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പം അതങ്ങനെ. പക്ഷേ വിദ്യാഭ്യാസം എന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടും. എന്തു വേണമെങ്കിലും പഠിക്കാം, ഇല്ലേ? ഇനിയും നമ്മൾ ഈ വയലിലെ നിധി എന്ന സംഭവം അത് ഈശോ എന്ന നിധിയാണെങ്കിലോ അപ്പോൾ ഈശോയെ കൊടുത്ത് തീർന്നു പോയി, ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. ഈശോയെ കൊടുത്ത് തീർന്നു പോയി, ഇനി ഇല്ല, ഇനി ഈശോ ഇല്ല, ഈശോ തീർന്നു പോയി, അങ്ങനെ പറയാൻ പറ്റില്ല. ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും പരിശ്രമിച്ചാൽ ഈശോയെ കിട്ടും. ഈശോ എന്ന സമ്പത്ത് എല്ലാവർക്കും കിട്ടും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഇന്ന് ഇപ്പോൾ നമുക്ക് ഈശോ എന്ന സമ്പത്ത് നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു വഴിയായിരുന്നു മാമോദീസയിലൂടെ ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി നമ്മളെ മാറ്റി. അപ്പോൾ ഈശോയെ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി അതായിരുന്നു. അപ്പം അക്രൈസ്തവരും അവർ ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി ആരാധിക്കുന്നുണ്ട്. അത് 1 യോഹന്നാൻ്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. അപ്പം അവർക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ പെട്ടെന്നവർക്ക് മതം മാറി ഈശോയെ സ്വീകരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അവർക്ക് ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാം. നമുക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് മാമോദീസയിലൂടെ പ്രത്യേകമായിട്ട് ഈശോ വഴി തന്നിരിക്കുക. ഇനി കുമ്പസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് അവസരം തന്നിരിക്കുക. ഇല്ല, കുർബാന സ്വീകരണത്തിലൂടെ അമ്മ എനിക്കും അപ്പം വേണം അമ്മ, ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൂടെ അപ്പം ദാ എന്ന് പറയുന്നത് അവർക്ക് ഈശോയെ സ്വന്തമാക്കണം. പക്ഷേ അവർക്കതിനുള്ള അറിവ് ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വളരുന്നവരെ അവരെ കാത്തിരിക്കും. അതുപോലെ സ്ഥൈര്യലേപനം, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള കൂദാശ, അതുപോലെ ഓരോ കൂദാശകളിലൂടെ. അപ്പം നമ്മൾ ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. അങ്ങനെ യോഹന്നാൻ ഈശോയ്ക്ക് സ്നാപക യോഹന്നാൻ വഴിയൊരുക്കാൻ വേണ്ടി വന്നപ്പോഴും യോഹന്നാൻ അനുതാപത്തിൻ്റെ മാമോദീസ കൊടുത്തു. അപ്പം എന്ത് ചെയ്ത്?
പാപികളും ചുങ്കക്കാരും പോയി മാമോദീസ സ്വീകരിച്ചു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവർ ഈ ഫരിസേയരും നിയമജ്ഞരും ആ മാമോദീസ സ്വീകരിച്ചില്ല. അവരതിന് വിലയുള്ളതായിട്ട് കണ്ടില്ല, അവരത് സ്വീകരിച്ചില്ല. അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. ഇതാണ് നമ്മളത് ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അതായത് ഈശോയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക, ഈശോയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക, അത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ആരാണ് സ്വീകരിക്കുന്നത്? ദൈവത്തെ ഒരു നിധി പോലെ കാണുന്നത് ആരാ? ഇന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് 34-ാമത്തെ അധ്യായമാണ്. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. മോശ കർത്താവിനോട് സംസാരിക്കുമ്പോഴൊന്നും മൂടുപടം ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ ചൈതന്യം മുഴുവൻ ഇങ്ങനെ കിട്ടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയാണെങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ, അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. ഈ അടുത്ത് വരിക എന്നത് ആ നിധി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ആ നിധി കണ്ടിട്ടാണ് ഞാനൊന്ന് അടുത്ത് വരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. അതായത് ആ ഒരു അനുഭവം കൊടുക്കാനും ദൈവവിളി കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുകയാണ്. മോശ അപ്പോൾ ഞാനൊന്ന് അടുത്ത് ചെന്ന് കാണട്ടെ. അടുത്ത് ചെന്ന് കാണുന്നത് ദൈവം കണ്ടു. മോശ അടുത്ത് ചെന്ന് കാണുന്നത് ദൈവം കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അപ്പോൾ ഇത് ആ നിധി എന്താണ്, ആ ഒരു സംഭവത്തിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പം വീണ്ടും മോശ കൽപ്പനകൾ വാങ്ങാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. അപ്പോൾ ഇതാണ് വിലയുള്ളതായിട്ട് കാണുന്നത് കൊണ്ടാണ്, വിലയുള്ളതായിട്ട് കാണുക. ധൂർത്തപുത്രൻ ആദ്യം അങ്ങനെ സ്വത്തെല്ലാം വാങ്ങിച്ച് വീട് വിട്ട് പോയി അങ്ങനെ പാപം ചെയ്ത് അവസാനം അവന് പന്നിക്കൂട്ടിലെത്തിയപ്പോഴും അവന് മനസ്സിലായി, ദൈവമാണ് എൻ്റെ പിതാവാണ് എൻ്റെ സ്വത്ത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചു ചെല്ലുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നിക്കക്കള്ളിയില്ലാതെ ചെയ്തതാണെന്നും, പന്നിക്കൂട്ടിൽ പട്ടിണിയും പരിവട്ടവും, എന്തു ചെയ്യും, ഇനി വേറെ വഴിയില്ല, വീട്ടിലേക്ക് തന്നെ പോവുക. പക്ഷേ അതല്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ വീട്ടിൽ ചെന്ന ഉടനെ ആദ്യം ചോദിച്ചത് വസ്ത്രവും ഭക്ഷണവുമായിരിക്കും. അവൻ ചോദിച്ചത് വസ്ത്രവും ഭക്ഷണവും അല്ല, അവൻ പാപം പറയുകയാണ് ചെയ്തത്. അപ്പോൾ അവന് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനോടുകൂടെ ആയിരിക്കുന്നതാണ് വിലയുള്ളതായി കണ്ടത്. അതാണ് വിലയുള്ളതായി കാണുക. ചിലത് എന്താണ് വിലയുള്ളതായി കാണുന്നത്? നമ്മളിവിടെ വന്ന് തീർത്ഥാടനം നടത്തുമ്പോഴും നമുക്ക് എന്താണ് വില? ഈശോയാണോ? നമുക്ക് നൈമിഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണോ? ചില കാര്യങ്ങൾ, ചില ജീവിതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? അതാണ്. ദൈവത്തെ വേണോ അല്ലെങ്കിൽ ഭൂമിയിലെ ചില കുഞ്ഞ്, വീട്, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയെങ്കിലാണ് നമ്മൾ അങ്ങനെ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് കെട്ടാനും പോകുന്നത്. ഈശോയെ വേണമെങ്കിൽ നമ്മളിതൊന്നും ചെയ്യില്ല. കാരണം എനിക്കിതൊക്കെ കിട്ടുന്നത് വരെ ഞാൻ ഈശോയെ വിടില്ല എന്ന് പറയും. ഈശോയെ കിട്ടുന്നത് വരെ ഈശോയെ വിടില്ല. അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ഈശോയെ വിട്ട് കളഞ്ഞിട്ട് അതൊക്കെ ചെയ്യാൻ പോകും. മനസ്സിലായി? ഈശോ നിധിയായിട്ട് കരുതി. അങ്ങനെ ഈശോയുടെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂള് കർത്താവിൻ്റെ ഉദ്ധിതനായ കർത്താവിനെ നേരിട്ട് കണ്ടില്ല. പക്ഷെ ഒരു മിന്നലൊളി കുതിരപ്പുറത്തും താഴെ വീണു. ഉടനെ ചോദിച്ചത്
നടപടി പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴും അതാണ് യഥാർത്ഥത്തിൽ വിലയുള്ളത് എന്താണെന്ന് മനസ്സിലായി. മറ്റതൊന്നും വിലയില്ല. അതുകൊണ്ട് അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വചനങ്ങൾ, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉചിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പോൾ ഇതിങ്ങനെ പറയാൻ സാധിച്ചത് നടപടി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അനനിയാസ് വന്ന് ശിരസിൽ കൈവയ്ക്കും. അങ്ങനെ കാഴ്ച കിട്ടും. 3 ദിവസം കാഴ്ച പോയ സാവൂള് അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതാണ്. അനന്തരം അവൻ ഭക്ഷണം പാനീയങ്ങൾ കഴിച്ചു. ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും അങ്ങനെ അവൻ വചനപ്രഘോഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് ഈ ജ്ഞാനസ്നാനം വഴി സാവൂളിന് കിട്ടിയ നിധി. അതാണ് സാവൂള് പിന്നെ എനിക്ക് ബാക്കിയുള്ളതെല്ലാം നഷ്ടമാണ് എന്ന് പറയുന്നത്. യൂദാസ് കറിയോത്ത, ഈശോ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈശോയുടെ കൂടെ നിന്നിട്ടും ഈശോയാണ് നിധിയെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ തയ്യാറായത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഈശോയുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി. യൂദാസ് പുറത്തേക്ക് പോയി. കാരണം ഇവിടെ ഇരിക്കുന്നത് നിധിയല്ലാത്തത് കൊണ്ടാണ് അവൻ വേറെ ഇടപാടിന് പോയത്. അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യമാണ്. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം പാർത്തിരുന്നു. അതാണ് ഈശോ നിധിയല്ലാത്തവൻ്റെ പണിയാണിത്. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നെ മനംനൊന്ത് കരഞ്ഞപ്പോൾ ഈശോയുടെ ഒരൊറ്റ നോട്ടത്തിൽ ഇവനാണ് നിധിയെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് നിധി തിരിച്ചറിയുന്നവരുടെ വർത്തമാനങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നിധി തിരിച്ചറിയുക, ദൈവമാണ് നിധിയെന്ന് മനസ്സിലാക്കുക. ഒരുവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. നിനക്കൊരു കുറവുണ്ട്, നീ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി. കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഈശോ ദൈവമല്ലാത്തൊരു സമ്പത്ത് അവനുണ്ടായിരുന്നു. ഇനി മദ്യമാണ് അവൻ്റെ പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ അവനത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ നിധിയായിട്ട് കണക്കാക്കാൻ പറ്റാത്തവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. മദ്യപാനം പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല. വീടിൻ്റെ സമാധാനം ദൈവം കുടുംബജീവൻ തന്നിട്ട്, വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവൻ തന്നിട്ട് അത് നിധിയായിട്ട് കണക്കാക്കാൻ പറ്റാത്തവർക്ക് വിവാഹേതര ബന്ധങ്ങൾ ഒരു കൂസലും ഉണ്ടാകുകയില്ല. ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തം അത് നിധിയായിട്ട് കണക്കാക്കുന്നവർ. അപ്പം മറിയത്തിനത് നിധിയായതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. ഈശോയെ ഉള്ളിൽ വഹിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം അത് കേട്ട ഉടനെ ഇതാ കർത്താവിൻ്റെ ദാസി, എനിക്ക് വേണം, ആ ഈശോയെ എനിക്ക് വേണം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് അതെന്നിൽ തന്നെ ഭവിക്കട്ടെ, എനിക്ക് വേണം ഈശോയെ. എന്നിട്ട് ആ ഈശോയെ നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ ശരീരം മടിയിലേക്ക് വാങ്ങി. അതാണ് മറിയം കണ്ട നിധി. നിനക്കത് നിധിയാണെങ്കിൽ വയൽ വിറ്റിട്ട് ആ നിധി വാങ്ങിക്കുന്നത് പോലെ, ഇല്ലേ, വയല് അത് വാങ്ങിക്കുന്നത് പോലെ, അവിടെ ഒരു നിധി ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ വയൽ വാങ്ങിക്കുന്നത് പോലെ നിനക്ക് നിധി കണ്ടെത്താൻ വേണ്ടി സഭയിൽ നിന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ നിധി സ്വന്തമാക്കാനായിട്ടുള്ള വിളിയാണ് നിൻ്റേത്, പ്രിയ ദൈവ പൈതലേ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. ദൈവത്തെ പ്രധാനമായിട്ടും കണക്കാക്കുക. ഈ ധൂർത്തപുത്രൻ ദൈവത്തെ പ്രധാനമായിട്ടും കണക്കാക്കിയതുകൊണ്ട്, അത് പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കിയത് കൊണ്ട്
അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു. അവന് കിട്ടിയതെന്താ? ദൈവവരപ്രസാദം. ദൈവവരപ്രസാദം കുംഭസാരത്തിലൂടെ കിട്ടുന്നതാണ് ദൈവവരപ്രസാദം. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ പീഡാസനങ്ങളുടെ യോഗ്യതയാൽ, സുഹൃത ഫലങ്ങളുടെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ദൈവീകമായ ഒരു നന്മയാണ് പ്രസാദവരം. അത് വിലയുള്ളയാൾ എന്നും പോയി കുമ്പസാരിക്കും. അത് കുമ്പസാരിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. നേരിട്ട് പാപം പറഞ്ഞാൽ കിട്ടില്ല. അത് കൂദാശയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിധി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതം. മറിയം ഈ നിധിയെ കാത്തു സൂക്ഷിച്ചതുപോലെ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഈ നിധി കാത്തു സൂക്ഷിക്കുവാനും അത് നേടിയെടുക്കുവാനും അത് സംരക്ഷിച്ച് അവസാനം വരെ ഒരു ദുരാചാരത്തിനും വഴിമാറിക്കൊടുക്കാതെ ഈശോയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളാൻ, അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ. പരിശുദ്ധമ്മേ, അമ്മ ഈശോയെ എത്ര വിലയുള്ളതായി കണ്ടു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിധിയെ അങ്ങനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു. എനിക്ക് പരിശുദ്ധ കുർബാനയിൽ ആ നിധി എനിക്ക് ഏറ്റവും അനുഭവേദ്യമാണ് കർത്താവേ. ആ നിധി ഒരിക്കലും വിട്ടുകളയാതെ എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഈ അന്തസ്സുള്ള കത്തോലിക്ക വിശ്വാസ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ സങ്കടങ്ങളിലും പരാധീനതകളിലും ഈശോയെ വിട്ടുപേക്ഷിച്ച് ദുരാചാരങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത് അങ്ങനെ ഒരു ദുരിതം എൻ്റെ ജീവിതത്തിൽ അങ്ങ് വരുത്തരുതേ കർത്താവേ. അങ്ങയുടെ കൂടെ നിൽക്കുവാനുള്ള, ആ നിധിക്ക് വേണ്ടി അവസാനം വരെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. കാഴ്ചയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ. കാഴ്ചയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിത പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെൻ. കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയോ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ
ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതിയും വിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എൺകളിൽ കണ്ണിനമേയും, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എൺകളിൽ കണ്ണിനമേയും, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.